Hello, welcome to market discussion of the day. Today, June 19, 2025, Thursday ആണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്നലെ ഞാനൊരു ഷോർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ FOMC ആയിരുന്നു. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം, എന്ത് ന്യൂസ് വേണമെങ്കിലും വരാം എന്നുള്ള കാര്യത്തിനകത്ത് അതേപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഭയങ്കരമായി താഴോട്ട് പോവുകയും ഒരുപാട് ആൾക്കാരുടെ പൈസ പോവുകയും ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ. സോ നമ്മൾ ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എനിക്കറിയാം പല ആൾക്കാരും തിങ്കളാഴ്ചയൊക്കെ എടുത്ത് അല്ലെങ്കിൽ വോറ് വരും എന്ന് വിചാരിച്ചിട്ട് ബൈ എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ സ്റ്റക്കാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇന്ന് നല്ലൊരു പ്രൈസ് വന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു നമുക്ക് ഉള്ളൊരു ഒരു 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 നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? സോ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമുക്കിന്ന് നോക്കിക്കാണേണ്ടത്. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് രാത്രി 7:30 മണിക്കും 10:30 മണിക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ, ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതേപോലെ തന്നെ ജൂലൈ 1 മുതൽ തുടങ്ങുന്ന നമ്മളുടെ പെയ്ഡ് കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഏറ്റവും വലിയ ഫണ്ടമെൻ്റൽസ് എന്താ വെച്ചാൽ ഇന്നലത്തെ FOMC കോൺഫറൻസ് തന്നെയായിരുന്നു. പല ആൾക്കാരും ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. സോ അതിനകത്ത് FOMCയിൽ അതിന് മുന്നേ ആയിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. 4.5 ആയിരുന്നു പ്രീവിയസ്, ഇപ്പോഴും 4.5 തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് സംഭവിച്ചപ്പം പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഗോൾഡിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് മാത്രമല്ല GBPയും യൂറോയും ഒക്കെ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസിനകത്ത് ഫെഡ് ചെയർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് US ഡോളേഴ്സിന് സ്ട്രെങ്ത് ആവും. ഓക്കെ, അല്ലെങ്കിൽ താരിഫ് പോലത്തുള്ള, ഇപ്പം കോൺഫറൻസിനകത്ത് പല ആൾക്കാരും ചോദിച്ചു എന്താണ് താരിഫ് പോലത്തുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്. അതിലൂടെ അതും US ഡോളറിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ എന്താ പറയുക, പുള്ളി പറഞ്ഞതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഡോളർ പ്രോപ്പറായിട്ട് മുകളിലോട്ട് തന്നെ പോവും, അതിന് സ്ട്രെങ്ത് ആവും എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ബലമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഗോൾഡും GBPയും യൂറോയും ഒക്കെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇന്നലെ ഇവിടെ നിന്നായിരുന്നു FOMCയുടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ അവിടുന്ന് താഴോട്ട് മാർക്കറ്റ് വരികയും മാർക്കറ്റ് ഒരു ലോ 3348 എന്ന് പറയുന്നൊരു ലോ പോയിന്റിലോട്ട് മാർക്കറ്റ് വരികയും ചെയ്തു, അല്ലേ? സോ ഇനി നമുക്ക് ഗോൾഡിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം സംസാരിക്കാം. ഓക്കെ, സോ ഇന്ന് നമുക്കൊരു ടെക്നിക്കൽ ഡേ ആണ്. എന്തുകൊണ്ട് ഇന്ന് ടെക്നിക്കൽ ഡേ ആണെന്ന് ചോദിച്ചാൽ ഇന്ന് US ഹോളിഡേ ആണ്, അതുകൊണ്ടാണ് ഇന്നൊരു ടെക്നിക്കൽ ഡേ. പക്ഷേ എന്നിരുന്നാലും ഇന്ന് ഫണ്ടമെൻ്റൽ ഡേ ആണ്. എന്നിരുന്നാലും നമുക്ക് ടെക്നിക്കൽ യൂസ് ചെയ്ത് ട്രേഡ് എടുത്ത് പോവാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ FOMCയുടെ ഇമ്പാക്റ്റ് മാർക്കറ്റിലോട്ട് വരുന്നത് മിക്കവാറും ഫ്രൈഡേ ആയിരിക്കും. കാരണം ഇന്ന് US ഹോളിഡേ ആയതുകൊണ്ടിട്ട് ഫ്രൈഡേ ആയിരിക്കും ആ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിലോട്ട് വരുന്നത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഉള്ള ന്യൂസുകൾ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ടത് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അത് UK ടൈമിംഗ് 12 മണിക്കാണ്. സോ US ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും മാറ്റാത്തതിൻ്റെ കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ചേഞ്ച് ആക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, 8:30 മണിക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. വൈകുന്നേരം 5 മണിക്ക് UK ടൈമിംഗ് 5 മണിക്കും ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. യൂറോനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. കാരണം നേരത്തെ തന്നെ ലഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരത്തി എന്താ പറയുക, പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു അവസരം നമ്മൾ മുതലാക്കുകയും US ഡോളർ താഴോട്ട് പോകുന്ന ഒരു സമയത്ത് നമുക്ക് യൂറോ ഏറ്റവും വലിയൊരു കറൻസി ആക്കി മാറ്റുകയും ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ലഗാർഡിൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഫലമായിട്ട്
എന്താകും, ഐ മീൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണണം. പക്ഷെ നാളെ നമുക്ക് യൂറോ ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. ഓക്കെ, യൂറോപ്പ് ഗ്രൂപ്പ് മീറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഓൾ ഡേ ആണ് നാളെ. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ യൂറോ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ നാളെ പ്യുവർലി ടെക്നിക്കൽ ഡേ ആണ്. പക്ഷേ നമ്മളുടെ FOMC കോൺഫറൻസ് അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള FOMCയിലുണ്ടായ ഫെഡ് ചെയറിൻ്റെ സ്പീച്ചും അതിനെ തുടർന്നായ കോൺഫറൻസും നാളെ ആയിരിക്കും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർത്ത് വേണം മാർക്കറ്റിലോട്ട് ഇറങ്ങാനായിട്ട്. ഓക്കെ, സോ ഇതാണ് ഇന്ന് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളത്. വോർ അതേപടി നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി തന്നെയാണ് കൂടുതലുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നോക്കി മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളൊരു കാര്യം എനിക്കെടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുണ്ട്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ JPYയിലോട്ട് തന്നെ പോവാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 145.27. ഇന്നലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഒറ്റയടിക്ക് താഴെ പോവുകയും 144.32 എന്ന് പറയുന്ന റേഞ്ചിൽ വരികയും പിന്നീട് ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി 145.19 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് വരികയും ചെയ്തു. ഓക്കെ, സോ റേഞ്ച് 144 to 146 തന്നെയാണ്. ഇന്ന് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. കാരണം ഇന്ന് US മാർക്കറ്റ് അവധി ആയതുകൊണ്ടിട്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സിംഗിൾ ക്യാൻഡിൽസ് ഒക്കെ, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സിംഗിൾ ക്യാൻഡിൽസ് വെച്ച് കളിക്കുന്ന ദിവസമാണ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വേണം നമ്മൾ ഈ ഒരു ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ടെന്നുള്ള കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മുടെ JPYയിലോട്ട് പറയാനായിട്ടുള്ള. ഇന്ന് തൽക്കാലത്തേക്ക് ട്രേഡിനകത്ത് നിന്ന് മാറി നിന്നിട്ട് നാളെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്താ പറയുക, എനിക്കറിയാം പല ആൾക്കാരുടെയും ട്രേഡ് സ്റ്റക്കാണെന്നുള്ള കാര്യം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.14741 നിൽക്കുന്നു. 1.1450 താഴെയായിട്ട് ഒരു മാർക്കറ്റ് ടൈമിങ്ങിൽ പോലും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളൊരു പോസിറ്റീവ് കാര്യമാണ് യൂറോനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, 1.1450 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ അതൊരു ഇൻഡിക്കേഷനാണ്, താഴോട്ട് മാർക്കറ്റ് പോകും എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. ഇന്ന് പ്രത്യേകിച്ച് ട്രേഡുകളൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവിടെ യൂറോയിൽ ഹെവി ബൈയിങ് വരുന്നത് 1.1300 ഹെവി ബൈയിങ് വരുന്നത്. ബൾക്ക് ബൈയിങ് വരുന്നത് 1.100 തന്നെയാണ്. 1.1300 ഒരു പാർഷ്യൽ ബൈയും 1.1300 നമുക്കൊരു പാർഷ്യൽ ബൈയിങ്ങും 1.100 നമുക്ക് ബൾക്ക് ബൈയിങ്ങും ചെയ്യാം എന്നുള്ളതാണ് ലോങ്ങർ ടേമിൽ യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്ന് ട്രേഡ് ഒന്നും റെക്കമെൻഡഡ് അല്ല. കാരണം ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് കൊണ്ട് അതേപോലെ തന്നെ FOMCയുടെ എന്തായിത്തീരും എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടിട്ടും നമുക്ക് തൽക്കാലം ഇന്നത്തെ ദിവസം മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഉള്ള കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP 3412 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 3412 1.3411 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. മാർക്കറ്റ് ഇന്ന് ലോ പോയത് 1.3390 താഴെയായിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കടന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാ ക്യാൻഡിൽസും 1.3400 മുകളിൽ തന്നെയാണ് എന്നുള്ളൊരു കാര്യം ആശ്വാസകരമാണ്. ബൈ ഉള്ള പല ആൾക്കാരും ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ട് നമുക്ക് ഇന്ന് എന്തുണ്ട്, നമുക്ക് ECB പ്രസിഡന്റിൻ്റെ നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മറന്നു പോവാതിരിക്കുക. അത് അനുസരിച്ചിട്ടൊരു തീരുമാനം എടുത്ത് പോവുക. 1.3400 വേണം എന്നുള്ള ആൾക്കാർക്ക് ചെറിയൊരു ബൈ വേണമെങ്കിലും ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്ന ആൾക്കാർക്ക് ഇന്ന് പോയ ലോയുടെ താഴെയായിട്ട് ഇടാം. നല്ല രീതിയിൽ ഇടണം എന്നുണ്ടെങ്കിൽ 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വരേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഓർത്തിരുന്ന് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം. 3353 നിൽക്കുന്നു. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കറിയില്ല. കഴിഞ്ഞ 1 അവർ ക്യാൻഡിൽ 3360 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിന് ഒരു ഇൻഡിക്കേഷനാണ് താഴോട്ട് പോകും മാർക്കറ്റ്. 3330 അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത്. അവിടെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്.
അല്ലെങ്കിൽ 3350 ഇപ്പം ഇന്ന് പോയ ലോ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ട് മാർക്കറ്റിലുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, എന്താ പറയുക, നാളെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3380 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആവുന്നത്. നാളെ രാവിലെ 7:30 മണിക്ക് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് ഗോൾഡിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലാത്ത പക്ഷം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി തന്നെ വരും എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ബൈ ഉള്ള ആൾക്കാർ 3400 മുകളിലായിട്ട് ബൈ ഉള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, മാർക്കറ്റ് എങ്ങാനും റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോയി 3380 റേഞ്ചിലോട്ട് വന്നാൽ, അത് 80 ക്ലോസ് ചെയ്ത് മുകളിലോട്ട് പോയില്ലെങ്കിൽ, 1 അവർ ക്യാൻഡിൽ മുകളിലോട്ട് പോയില്ല എങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സ്റ്റോപ്പ് ഇടാം, അല്ലെങ്കിൽ അവിടെ നിന്നൊരു സെല്ല് എടുക്കാം. ഈക്വൽ എമൗണ്ട് ഓഫ് സെല്ല് എടുക്കാം. നിങ്ങൾ എത്രയാണോ ബൈ ചെയ്തിട്ടുള്ളത് അത്രയും സെല്ലെടുത്ത് പോവാം. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലേ? ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഭാവിയിലുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇനിയും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കാര്യത്തിനകത്ത് വിശ്വസിക്കുക. തീരുമാനങ്ങളെല്ലാം നാളത്തേക്ക് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, എന്താ പറയുക, സോ ബേസിക്കലി യൂറോയുടെ കാര്യത്തിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്താ പറയുക, ഇപ്പം നമ്മുടെ ഇന്നലെ ഇന്നലെ FOMC പ്രസ് കോൺഫറൻസ് ഉണ്ടായതിനു ശേഷം ഇപ്പം US ഡോളർ ഇതൊരു ഫണ്ടമെൻ്റലാണ് കേട്ടോ. യൂറോയ്ക്ക് മാത്രമല്ല എല്ലാത്തിനകത്തും അഫക്റ്റ് ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ തന്നെയാണ്. സോ എന്താ പറയുക, ചൈന പോലത്തുള്ള രാജ്യങ്ങൾ, ജപ്പാൻ പോലത്തുള്ള രാജ്യങ്ങൾ US ഡോളറിന് കൂടുതൽ സ്ട്രെങ്ത് ആവും എന്നുള്ളത് കൊണ്ടിട്ട് അവരെന്താ ചെയ്യുന്നത്, അതൊരു ക്യാമ്പയിൻ നടത്തും. കാരണം US ഡോളറിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ്, ജപ്പാനിൽ നിന്നുള്ള എക്സ്പോർട്ടിങ് പ്രോഡക്റ്റിൻ്റെ വില കുറയുകയാണല്ലേ. അപ്പം എന്താ പറയുക, ആൾക്കാർക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും മേടിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ, അല്ലേ? സോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അവരുടെ ജാപ്പനീസ് യെന്നും അതേപോലെ തന്നെ ചൈനീസ് യുവാനും ഒക്കെ പ്രൈസ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. സേഫായിട്ടിരിക്കുക, ഇന്നത്തെ ദിവസം മാർക്കറ്റിലോട്ട് ഇറങ്ങാതിരിക്കുക, ഇമോഷണൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇത് ആണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇവിടെ ജസ്റ്റ് കറണ്ട് ഞാൻ അനങ്ങാത്തോണ്ട് കറണ്ട് പോയി, എന്നെ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ടും വീഡിയോ എത്തിക്കുക. ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ എന്നെ ഡയറക്റ്റ്ലി സമീപിക്കുക. ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.